السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത്, അനുഗ്രഹം, സക്കീനത്ത്, ശാന്തിയും സമാധാനവുമെല്ലാം ഈ ഒരു ഇൽമിൻ്റെ സദസ്സിൽ അള്ളാഹു ചൊരിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഇരുത്തം നാളെ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിനാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മെ ഒന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമളാനിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ അടുത്ത ആഴ്ച നമ്മുടെ വീട്ടിൽ കല്യാണമായി ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഒരുക്കം എങ്ങനെയായിരിക്കും അല്ലേ? പള്ളിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ക്ലാസ്സിലിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല, നിസ്കരിച്ച് ഓടിയിട്ടുണ്ടാവും. അത്രമാത്രം നമ്മൾ ഒരുക്കത്തിലാണ്. അടുത്ത ഒരാഴ്ച നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരുക്കമാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളുടെ വീട് കുടിയിരിക്കൽ, ഹൗസ് വാമിങ് ഉണ്ട് എങ്കിൽ അല്ല, നമ്മൾ ഒരു വർഷത്തിന് മുമ്പ് തന്നെ അതിന് തയ്യാറെടുക്കാറുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് നേരത്തെ
തയ്യാറെടുക്കുന്ന ആളുകളാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് വിസയും ടിക്കറ്റും അന്നാണോ, പാസ്പോർട്ടൊക്കെ അന്നാണോ പെട്ടിയിൽ നിന്ന് എടുക്കുന്നത്? അല്ല, അത് എത്രയോ മുമ്പ് തന്നെ എല്ലാം ഒരുക്കി റെഡിയാക്കിയിട്ട് വരും. ഗൾഫിലേക്ക് പോകുന്ന അന്നല്ല ടിക്കറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമല്ല എല്ലാം റെഡിയാക്കുന്നത്. ഒരുപാട് മുന്നേ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട് അല്ലേ? ഇനി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, അല്ലേ, ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ഒരു അതിഥി വരികയാണെങ്കിൽ, അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ സഹായിച്ച ഒരു വ്യക്തി, നമ്മളുടെ ആരുമല്ല, പക്ഷെ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്, ലക്ഷങ്ങൾ ബില്ലായിട്ടുണ്ട്, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ ബില്ലൊക്കെ എന്ത് ചെയ്യും ഞാൻ എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് ഒന്നും പേടിക്കണ്ട, 3 ലക്ഷം 4 ലക്ഷം അല്ലേ ബില്ലായിട്ടുള്ളത്, ഞാൻ അടക്കാമോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ആശ്വസിപ്പിച്ച് വന്നിട്ട് അയാൾ ബില്ലടിച്ച് പോവാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, അല്ലേ, നമ്മൾ ഒരു ഒരുക്കം തയ്യാറാവൂലേ, അല്ലേ, ഒരു ഒരുക്കത്തിന് തയ്യാറാവും. നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാൻ എന്തായാലും ഒരു ഒരുക്കങ്ങൾ നമ്മൾ നടത്തും തീർച്ചയായും. നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, നമ്മൾ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, നമ്മൾക്ക് ഒരുപാട് വലിയൊരു ഉപകാരം ചെയ്ത വ്യക്തിയാണ്, ഇനിയും ഭാവിയിൽ ഉപകാരം ചെയ്തേക്കാം. അങ്ങോട്ട് ഒരു പ്രത്യുപകാരം എന്നതിലേക്ക് ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ എന്തായാലും വരും. നമുക്ക് റമളാൻ നമ്മിലേക്ക് വരികയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കലേക്ക് റമളാൻ എന്ന അള്ളാഹു അയക്കുന്ന അതിഥി നമ്മിലേക്ക് വരികയാണ്. എന്താ റമളാന് കൊണ്ടുവരുന്നത്? റമളാനെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരു വർഷത്തിൽ ഒരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ആ റമളാനിനെ അയക്കുന്നു. എങ്കിൽ മുഅ്മിനീങ്ങൾ എത്രമാത്രം ആ റമളാനിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് കാര്യം. ഞാനും നിങ്ങളൊക്കെ ആ റമളാനിനെ കുറിച്ച് എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്, നമ്മൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്വഹാബികൾ ഈ റമളാനിനെ അതിനുവേണ്ടി ഒരുങ്ങാൻ 6 മാസം മുമ്പ് തന്നെ അവർ എന്തായിരുന്നു? അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ മുൻഗാമികളായ ആളുകൾ എങ്ങനെയാണ്? അവർക്ക് ആ റമളാനിൻ്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ അറിയാം. ഏറ്റവും അള്ളാഹു അയക്കുന്ന ഒരു അതിഥിയാണ്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഒരു അതിഥിയാണ് റമളാൻ. അതുകൊണ്ട് ആ റമളാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാനും ആ റമളാനിലെ നന്മകളെല്ലാം കൈപ്പറ്റുവാനും ഉപയോഗപ്പെടുത്തുവാനും അവർ 6 മാസം മുമ്പ് തന്നെ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. 6 മാസം മുമ്പ് തന്നെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അള്ളാഹുവേ നീ എന്നെ റമളാനിലേക്ക് എത്തിക്കണേ, എന്നിട്ട് ആ റമളാനിലെ നന്മകളൊക്കെ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ, അതിനുള്ള ആരോഗ്യവും ഈമാനും തഖ്വയും ഒക്കെ എനിക്ക് നൽകണേ എന്ന നിലക്ക് സലഫു സാലിഹീങ്ങളായ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ റമളാൻ എന്നുള്ള നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ട, നമ്മുടെ ജീവിതത്തിന് ഒരുപാട് നന്മകൾ കൊണ്ടുവന്ന് തരുന്ന, നമ്മുടെ പാപക്കറകളെല്ലാം മായ്ച്ചു കളയുന്ന, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമളാൻ വരുമ്പോൾ സ്വർഗ കവാടങ്ങൾ ഇങ്ങനെ തുറക്കപ്പെടുന്ന, നരക കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടും. അങ്ങനെയുള്ളൊരു മാസം വരുമ്പോൾ നമ്മൾ എന്ത് ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരല്പം ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ബുദ്ധിമുട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക? സദസ്സിൻ്റെ അടുത്ത് വന്നിരുന്നാൽ അത്രയും നല്ലത്. ബുദ്ധിമുട്ടില്ലാത്തവർ, പ്രയാസം ഉണ്ടാവും, പ്രയാസമുള്ളവർ ചാരിയിരിക്കും, ഒരു പ്രശ്നമില്ല കേട്ടോ. സദസ്സിൻ്റെ
പുണ്യം അതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ശരി, അപ്പോൾ റമളാൻ നമ്മിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ വരുമ്പോൾ സ്വഹാബികൾ വളരെയധികം അനുമോദിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. അവരെ ഗ്രീറ്റ് ചെയ്തിരുന്നു, വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു. ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുന്ന കാര്യം, ഖദ് ജാഅകും ശഹ്റു റമളാൻ ശഹ്റുൻ മുബാറകുൻ. ഇതാ നിങ്ങൾക്കിതാ റമളാൻ വന്നിരിക്കുകയാണ്, റമളാൻ മാസം വന്നിരിക്കുകയാണ്. ബറക്കത്താക്കപ്പെട്ട ഒരുപാട് ബറക്കത്തുകൾ വന്നു തരുന്ന റമളാൻ മാസം ഇതാ വന്നിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്തോഷിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ ചില മഹത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഖദ് ഫറളല്ലാഹു അലൈക്കും സിയാമഹു. ആ റമളാനിൻ്റെ നോമ്പ് നിങ്ങൾക്കിതാ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആ റമളാനിൽ സ്വർഗ കവാടങ്ങൾ ഇതാ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ റമളാനിൽ നരക കവാടങ്ങൾ അടക്കപ്പെട്ടിരിക്കുകയാണ്. ആ റമളാനിൽ ശൈത്താന്മാരിലെ വലിയ വലിയ കൂറ്റന്മാരെ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് അല്ലേ? നമ്മൾക്ക് കാണുന്ന ഒരു കാര്യമാണ്, റമളാൻ ആവുമ്പോൾ പള്ളി നിറയും അല്ലേ? പലപ്പോഴും ആ ആവേശം അവസാനം വരെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അത് വേറൊരു ഖേദകരമായ കാര്യമാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്കൊരു സന്തോഷമാണ് റമളാൻ വരുമ്പോൾ. ആ സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സന്തോഷ വാർത്ത ഇങ്ങനെ അറിയിക്കുമായിരുന്നു എന്നാണ്. അത്ര വലിയൊരു സന്തോഷം മുഅ്മിനീങ്ങൾക്ക് വരുമ്പോൾ അല്ലേ, നമ്മൾ ഗൾഫിലേക്ക് പോകുന്ന അന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാളും എന്താ നല്ലത്, കുറച്ച് നേരത്തെ തന്നെ അതിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ആ റമളാനിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരുങ്ങുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. എന്താ, ആകാശത്തു നിന്നൊരു വിളിയാണെന്ന് നമ്മൾ വിളിക്കുന്നതാണ്, മലക്കുകൾ ഇങ്ങനെ പറയുന്നതാണ്. നല്ലത് ആഗ്രഹിക്കുന്നവനെ, നന്മ ആഗ്രഹിക്കുന്നവനെ നീ എന്ത് ചെയ്യുക, നീ മുന്നോട്ട് വരിക, മുന്നോട്ട് വന്ന് ഒരുപാട് നന്മകളിലായിട്ട് നീ മുന്നേറുക. തിന്മ ആഗ്രഹിക്കുന്നവനെ നീ അത് നിർത്തിവെക്കുക, നീ അത് അവസാനിപ്പിക്കുക എന്ന് മലക്കുകൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ റമളാനിന് നമ്മൾ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഒരുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ എന്താണ് ഒരുക്കേണ്ടത് നമുക്കറിയാം അല്ലേ? ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഒരുക്കങ്ങൾ നടത്തില്ലേ അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് പോകല അല്ല, അതിന് നേരത്തെ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ആ ഒരു പാക്കേജിലാണെങ്കിൽ കുറേ മുമ്പ് തന്നെ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പോയി കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുക. അതല്ല എങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പെട്ടെന്നൊരു പോക്കല്ല, മറിച്ച് കുറേ മുമ്പുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും ഒരുക്കങ്ങൾ നടത്തും, ശരിയാണ്. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഫതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദ് അത്തഖ്വ. നിങ്ങളെല്ലാം ഒരുക്കങ്ങളൊക്കെ നടത്തണം, ശരിയാണ്. പക്ഷെ നിങ്ങൾ ഒരുക്കുന്ന പാതയങ്ങളിൽ ഏറ്റവും നല്ല പാതയം ഏതാ? അത്തഖ്വ. ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ ഒരുക്കുന്ന ഏറ്റവും നല്ല ഒരുക്കം എന്താ? നിങ്ങളെല്ലാ പാക്കൊക്കെ റെഡിയാക്കണം. നിങ്ങളെ പാക്ക് ഉണ്ടാക്കുന്ന പാക്കുകളിൽ ഏറ്റവും നല്ല പാക്ക് ഏതാ? അത് തഖ്വയാണെന്നാണ്. നിങ്ങളുടെ കയ്യിൽ ആ തഖ്വ ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റമളാനിന് തഖ്വ അനിവാര്യമല്ലേ അല്ലേ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അല്ലേ? മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാ? മുത്തഖീങ്ങളിൽ നിന്ന് മാത്രം, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലേ? ആബീലും കാബീലും തമ്മിലുള്ള സംഭവം നമ്മൾ കേട്ടവരാണ്. ആദം നബി അലൈഹിസ്സലാമയുടെ 2 മക്കൾ ആബീലും കാബീലും. അങ്ങനെ കാബീൽ എന്ത് ചെയ്തു? ആബീലിനെ കൊന്നുകളഞ്ഞു. എന്തിൻ്റെ പേരിൽ? അസൂയയുടെ പേരിൽ. എന്തുകൊണ്ട് അസൂയപ്പെട്ടു? ആബീലിൻ്റെ നന്മ അള്ളാഹു സ്വീകരിച്ചു, എന്നാൽ കാബീലിൻ്റെ അള്ളാഹു സ്വീകരിച്ചില്ല. അവിടെ പറഞ്ഞത് എന്താ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ.
അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രം എന്നാണ്. ഇന്നമ എന്ന് ആദ്യം വന്നാൽ അറബി ഭാഷയിൽ മാത്രം എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്നാണ്. അപ്പോൾ നോമ്പിന് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ടും എന്താണ് വേണ്ടത്? എന്താ? തഖ്വയാണ്. നമ്മൾ ഒരുങ്ങേണ്ടത് തഖ്വ എന്നുള്ള ആ ഒരു പാക്കാണ് ഒരുക്കേണ്ടത്. നമ്മുടെ കൈകളിൽ തഖ്വ ഉണ്ടാകണം ആ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ. ഇനി നോമ്പിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരുന്നു, അതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ തഖ്വ എന്നുള്ള ആ ഒരു അസറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലത് ആ നേരത്തെ തന്നെ നമ്മൾ തഖ്വയുള്ളവരാകണം. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ നോമ്പ് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ തഖ്വയാണ് ഒരുക്കേണ്ടത്, അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത് തഖ്വ എന്നുള്ള. തഖ്വ എങ്ങനെ ഒരുക്കാം? നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുണ്ടാകും, അല്ലേ? ആ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? റമദാനിന് മുമ്പ് തന്നെ അള്ളാഹുവിനോട് പൊരുത്തപ്പെടുവിക്കാൻ നമ്മൾ തയ്യാറാകണം. തൗബ ചെയ്ത് മടങ്ങണം എന്നാണ് ചുരുക്കം, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് എന്താ? റമദാൻ വരട്ടെ, ഇൻഷാ അല്ലാഹ് എൻ്റെ ആ തിന്മ ഞാൻ നിർത്തിവെക്കാം, അല്ലേ? പലപ്പോഴും മനുഷ്യരായ ആളുകൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന തെറ്റുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ? ആ റമദാൻ വരട്ടെ എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല വേണ്ടത്. ശരിക്ക് ആ തൗബ ചെയ്ത് നമ്മൾ മടങ്ങണം. റമദാനിന് മുമ്പ് തന്നെ ആ റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, തഖ്വ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഹറാമുകൾ നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. നന്മകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുക, തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല്ല? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ? നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യസൂമു ശഅബാന കുല്ലഹ, ശഅബാൻ മാസം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ശഅബാനിൽ മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ റമദാനിലേക്കുള്ള ഒരു ഒരുക്കമായിരുന്നു എന്നുള്ളതാണ്. മുൻഗാമികൾ പറഞ്ഞു അത്. അവർ സാധാരണ റജബിൽ തന്നെ എന്താക്കുമായിരുന്നു? റമദാനിന് വേണ്ടി ഒരുങ്ങുമായിരുന്നു എന്നാണ്. അതിനെപ്പറ്റി പറയുന്നത്, റജബ് മാസം എന്നുള്ളത് വിത്ത് പാകുന്ന മാസമാണ്. ശഅബാനിലോ ആ വിത്ത് പാകിയതിലേക്ക് ശരിക്കും വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് നനയ്ക്കുന്ന മാസം, അല്ലേ? റജബിൽ വിത്ത് പാകും, അപ്പോൾ കൃഷി ഇങ്ങനെ വലുതാവും, അതിലേക്ക് ശരിക്കും വെള്ളം ഒഴിക്കും. ശഅബാൻ മാസത്തിൽ എന്താ? റമദാനിലേക്കുള്ള ഒരുക്കാണ്. എന്നിട്ട് റമദാനാവുമ്പോൾ അതിലെ കായ്ക്കനികളൊക്കെ പറിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, അവർ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു, നന്മകൾക്ക് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടങ്ങനെ? കാരണം റമദാൻ എന്നുള്ളത് ഒരു അമൂല്യ നിധിയാണ്. മനുഷ്യായുസ്സിൽ നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിധിയാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിധിയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് സ്വപ്നം കണ്ട കഥ നമ്മൾ കേട്ടതാണ്, അല്ലേ? സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല, എന്നാൽ പ്രവാചകന്മാർ അതിന് ശരിവെക്കുകയാണെങ്കിലോ ആ സ്വപ്നം അത് ഇസ്ലാമിൽ തെളിവാണ്. അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് സ്വപ്നം കണ്ടില്ലേ? 2 ജൂതന്മാരായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഒരേ സമയത്ത്. എന്നിട്ട് അവരിൽ ഒരു വ്യക്തി നല്ലോണം ഇബാദത്ത് ചെയ്യുന്നു, ജിഹാദിലൊക്കെ പങ്കെടുത്തു, അങ്ങനെ ജിഹാദിൽ വെച്ച് അദ്ദേഹം ഷഹീദായി എന്നാണ്. രണ്ടാമത്തെ വ്യക്തി 1 വർഷം കൂടി ജീവിക്കുകയും സാധാരണ നിലയ്ക്ക് മരിക്കുകയും ചെയ്തു. എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം പ്രവേശിച്ചത് രണ്ടാമത് മരിച്ച വ്യക്തി എന്നാണ്. ഷഹീദായ വ്യക്തിയല്ല പ്രവേശിച്ചത്, ആദ്യം പ്രവേശിച്ചത് രണ്ടാമത് സാധാരണ നിലയ്ക്ക് മരിച്ച വ്യക്തി എന്നാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അതൊരു അത്ഭുതം തോന്നും, സ്വഹാബികൾക്ക്. കാരണം ഷഹീദിൻ്റെ പ്രതിഫലമൊക്കെ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് നേരിട്ട് കേട്ടവരാണവർ. ഷഹീദാവാൻ വേണ്ടി കൊതിച്ച ആളുകളാണ് ആ സ്വഹാബികൾ. അപ്പോൾ അവർ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതെങ്ങനെയാണ് റസൂൽ, അതെന്താ അങ്ങനെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കാൻ, അതിലെന്താ അത്ഭുതപ്പെടാൻ? രണ്ടാമത്തെ മനുഷ്യന് ഒരു കൊല്ലം കൂടി കിട്ടിയില്ലേ? ഒരു കൊല്ലം ആയുസ് എക്സ്ട്രാ കിട്ടിയില്ല അദ്ദേഹത്തിന്. ആ ആയുസ്സിൽ അദ്ദേഹത്തിന് റമളാൻ വന്നില്ലേ? ആ റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും നന്മകൾ അധികരിപ്പിക്കുകയും ചെയ്തില്ലേ? പിന്നെന്താ അതിലത്ര അത്ഭുതപ്പെടാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഒരു ഷഹീദിനെക്കാളും മുൻകടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവൻ്റെ രണ്ടാമത് മരിച്ച ആ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ്. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ റമളാൻ കിട്ടി എന്നുള്ളതാണ്. ആദ്യം മരിച്ച വ്യക്തിയെക്കാളും കൂടുതൽ ഒരു റമളാൻ കിട്ടി എന്നുള്ളതാണ്. ആ റമളാനിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറയുന്ന ഒരു വാക്ക് കാണാം. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം പറയാണ്, റമളാനിൻ്റെ ഒരു ഗൗരവവും പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കി തരുന്നൊരു വാക്ക്. ഖബറാളികളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് അവരോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ തീർച്ചയായും പറയുമായിരുന്നു, യൗമം മിൻ റമളാൻ, റമളാനിലെ ഒരു ഒറ്റ ദിവസം, ഞങ്ങൾക്ക് റമളാനിൻ്റെ ഒരു ദിവസം ലഭിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമെന്നാണ്. നോക്കൂ, നമ്മൾ അൽഹംദുലില്ലാഹ് ഒരുപാട് കാലം ജീവിച്ചു. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച്, അള്ളാഹുവിൻ്റെ ശ്വാസം എടുത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ച് നമ്മൾ ജീവിച്ചു ഇവിടെ. അതിൽ ഒരുപാട് റമളാൻ നമ്മൾക്ക് കിട്ടി. ഇനി ഇതാ റമളാനിൻ്റെ പടിവാതിൽക്കലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യത്തോടു കൂടിയും ഈമാനോടു കൂടിയും ആ റമളാനിനെ സ്വീകരിക്കുവാനും അതിലെ നന്മകൾ ചെയ്യുവാനും നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പല ആളുകളും, കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മൾക്കും ഉറപ്പില്ല, അല്ലേ? നമ്മൾക്ക് എന്താ ഉറപ്പുള്ളത്? ഈ റമളാനിന്, ഈ വരുന്ന റമളാനിന് നമ്മളൊക്കെ ആരോഗ്യത്തോടു കൂടി നോമ്പെടുക്കുമെന്നൊക്കെ എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്, അല്ലേ? ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല, ജീവനോടെ ഉണ്ടാവുമോ എന്നറിയില്ല, അതല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടി ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല നമുക്ക്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റമളാനിൻ്റെ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ്, ഖബറാളികളോട് ചോദിച്ചാൽ അവർ പറയും യൗമം മിൻ റമളാൻ, റമളാനിൻ്റെ ഒരൊറ്റ ദിവസം നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നവർ ആഗ്രഹിക്കുമെന്നാണ്. ആര്? ഖബറിലുള്ള ആളുകൾ. അപ്പോൾ അത് വലിയ അമൂല്യമായ നിധിയാണ്. റമളാൻ എന്നുള്ളത് നമ്മുടെ ആയുസ്സിൽ അള്ളാഹു നൽകുന്ന അമൂല്യമായ നിധിയാണ്. അപ്പോൾ ആ റമളാനിന് നമ്മൾ കൃത്യമായി ഒരുക്കങ്ങൾ നടത്തണം എന്നുള്ളതാണ്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞത് തഖ്വ എന്നുള്ളത്. ആ തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൗബ ചെയ്യണം. അത് റമളാനിൽ മാത്രമല്ല. അതല്ലെങ്കിൽ റമളാൻ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവസാനത്തെ 10 എത്തട്ടെ എന്നാണ്. ഇങ്ങനെ നീട്ടിവെക്കുന്നൊരവസ്ഥ. തൗബ നീട്ടിവെക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് പറ്റിയതല്ല. നമ്മൾ ചെയ്യണം തൗബ, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അള്ളാഹുവിന് നമ്മളുടെ പാപങ്ങൾ അത് നിർത്തിവെച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കണം. ഫതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ കറകളഞ്ഞ തൗബ ചെയ്ത് മടങ്ങണം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അത് റമളാനിൽ മാത്രമല്ല. ഇപ്പം തൗബ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരം നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്, അല്ലേ? ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് നന്മകൾ അള്ളാഹു നൽകുമെന്നാണ്, അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാമയുടെ നാവിൽ നിന്ന് അത് നമുക്ക് സൂറത്തു നൂഹിൽ അള്ളാഹു പഠിപ്പിച്ചതാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അല്ലേ? ഒരുപാട് നന്മകൾ ഇങ്ങനെ എടുത്തു പറയണം. നൂഹ് നബി ജനതയോട് പറയാം, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ.
എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് മഴ ഇറക്കിത്തരും, അതേപോലെ അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും, അള്ളാഹു നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും എല്ലാം നൽകും, സ്വത്തുക്കളൊക്കെ അള്ളാഹു നൽകുമെന്നാണ്. എന്ന് വെച്ചാൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു ശക്തി നൽകും. വേറൊരായത്തിൽ അള്ളാഹു പറയാണ് യസിദുക്കും ഖുവ്വ, നിങ്ങൾക്ക് ശക്തി നൽകുമെന്നാണ്. അപ്പോൾ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തി അള്ളാഹു നൽകും, അതിനുള്ള തൗഫീഖ് നൽകും. അതേപോലെ ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങളും അള്ളാഹു ഈ ഇസ്തിഗ്ഫാറിലൂടെ തൗബയിലൂടെ അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ളതാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മുടെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്ന ആളുകൾക്ക്, പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യാനുള്ള ലനഹ്ദിയന്നഹും സുബുലനാ, പല മാർഗങ്ങളും അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്നാണ്. അപ്പം നമ്മൾക്ക് റമളാനായി കഴിഞ്ഞാൽ കൂടുതൽ നന്മകൾ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ നന്മകൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ പാപങ്ങൾ അവസാനിപ്പിച്ച് പാപമോചനം തേടുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരുക്കം. അതാണ് ഒന്നാമത്തെ ഒരുക്കം. ഒന്നാമത്തെ ഒരുക്കം തൗബ ചെയ്ത് മടങ്ങി തഖ്വ നല്ല ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് റമളാനിലേക്കുള്ള ഒന്നാമത്തെ ഒരുക്കം. രണ്ടാമത്തേത് നമ്മളുടെ നിയ്യത്ത്, നന്മകൾ ചെയ്യാനുള്ള നിയ്യത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ മകൻ അബ്ദുള്ള റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഉപ്പയോട് പറഞ്ഞു, യാ അബതി ഔസിനി, എൻ്റെ പൊന്നുപ്പ എനിക്കൊരു വസിയത്ത് തന്നാലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇമാം അഹ്മദ് റഹിമഹുല്ല തൻ്റെ മോനോട് പറയാണ്, യാ ബുനയ്യ ഇൻ വിൽ ഖൈർ, നീ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് നിയ്യത്ത് വെക്കണം. ഫഇന്നക ഇദാ നവൈതൽ ഖൈറ, നീ നന്മക്ക് നിയ്യത്ത് വെക്കുന്ന കാലമത്രയും നീ നന്മയിലാണെന്നാണ്. നന്മ ചെയ്യാൻ നിയ്യത്ത് വെക്കുന്ന കാലം അത്രയും നീ നന്മയിലാണെന്നാണ്. ലാ തസാലു അലൽ ഖൈർ എന്നാണ്, നീ എന്നും നന്മയിലായിരിക്കുമെന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല തൻ്റെ മോൻക്ക് കൊടുക്കുന്ന വസിയത്ത്. ഒരു വസിയത്ത് ചോദിച്ചതാണ് ഉപ്പയോട്. വലിയ ഇമാമാണ്, ലോകത്തുള്ള ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം മോൻക്ക് കൊടുത്ത വസിയത്ത് എന്താണ്? ഏറെ ഇഷ്ടമുള്ള പ്രിയങ്കരനായ ഒരു മോൻക്ക് കൊടുക്കുന്ന വസിയത്ത് എന്താണ്? ഇൻ വിൽ ഖൈർ, നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിയ്യത്ത് വെക്കണമെന്നാണ്. നീ അങ്ങനെ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ നിന്റെ നിയ്യത്ത് ഉള്ള കാലം അത്രയും നീ നന്മയിലാണെന്നാണ്. എന്താ നിന്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരു അടിമക്ക് രോഗം ബാധിക്കുകയോ അതല്ലെങ്കിൽ ഒരടിമ യാത്ര പോവുകയോ ചെയ്താൽ കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ, അവൻ ആ അടിമ നാട്ടിലായിരിക്കുമ്പോൾ, നാട്ടിലിങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെ നന്മ ചെയ്തിരുന്നോ ആ നന്മയൊക്കെയും അവന് രേഖപ്പെടുത്തുമെന്നാണ്. ഉദാഹരണത്തിന്, ആ അടിമ നോമ്പനുഷ്ഠിച്ചിരുന്നു നാട്ടിലായിരിക്കുമ്പോൾ, യാത്ര പോയപ്പോൾ അദ്ദേഹത്തിന് നോമ്പ് നിർബന്ധമില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് നോമ്പ് നോറ്റതിൻ്റെ പരിപൂർണ പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ്. ഇനി ഒരു അടിമ, അയാൾ എന്നും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്നയാളാണ്, അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, പള്ളിയിലേക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നില്ല, രോഗം ബാധിച്ചു എങ്കിൽ ആ ജമാഅത്തിന് പങ്കെടുക്കുന്ന അതേ പ്രതിഫലം അദ്ദേഹത്തിന് രേഖപ്പെടുത്തുമെന്നാണ്. കാരണം എന്താ? അദ്ദേഹത്തിന് നിയ്യത്തുണ്ട്, പള്ളിയിലേക്ക് വരണം എന്നൊക്കെ നിയ്യത്തുണ്ട്, പക്ഷേ ഒരു തടസ്സമുണ്ട് അദ്ദേഹത്തിന്. ആ നിയ്യത്ത് ഉള്ള കാലം അത്രയും അദ്ദേഹത്തിന് ആ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഈ ഉമ്മത്തിന്. ഈ ഉമ്മത്ത് എന്നുള്ളത്, ഈ ഉമ്മത്തിൻ്റെ ആയുസ് എത്രയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന സിത്തീന വ സബഈൻ, 60 70 ഇടയിലാണ് ഈ ഉമ്മത്തിൻ്റെ ആയുസ്. ഒരു ആവറേജ് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ മുകളിലേക്ക് കടക്കുന്ന ആളുകൾ വളരെ കുറച്ചാണ്, ബോണസാണ്. അതൊക്കെ നമുക്ക് ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ 60 70 ഇടയ്ക്ക്
എത്തുക എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമാണ് അല്ലേ. ഇന്ന് പലപ്പോഴും കണക്കുകളൊക്കെ പറയുന്നത് വയസ്സന്മാരെക്കാളും കൂടുതൽ മരിക്കുന്നത് ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് പല കണക്കുകളും പറയുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഉമ്മത്തിന് ആയുസ് വളരെ കുറവാണ്. എന്നാൽ മുൻകഴിഞ്ഞ ജനതയ്ക്ക് ഒരുപാട് ആയുസ് അള്ളാഹു നൽകിയിരുന്നു അല്ലെ. നൂഹ് നബി അലൈഹി സ്വലാം എത്ര വർഷം ദഅവത്ത് ചെയ്തിരുന്നു? എത്ര വർഷം ദഅവത്ത് ചെയ്തിരുന്നു? 950 വർഷം, 950 ഇയേഴ്സ് നൂഹ് നബി അലൈഹി സ്വലാം ദഅവത്ത് നടത്തി എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. വെറും ദഅവത്ത് നടത്തിയ കാര്യമാണ് അത് പറഞ്ഞിട്ടുള്ളത്. മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, നൂഹ് നബി അലൈഹി സ്വലാം ആ ദഅവത്ത് നടത്തുന്നതിന് മുമ്പും ശേഷവും എന്താക്കിയിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഏകദേശം 1050 വർഷം നൂഹ് നബി അലൈഹി സ്വലാം ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തുമായി നൂഹ് നബി അലൈഹി സ്വലാമയുടെ ദഅവത്തിനെ കമ്പയർ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷം ജീവിച്ചു. അതിൽ 23 വർഷം മാത്രമാണ് എന്താക്കിയത്? ദഅവത്ത് ചെയ്തിട്ടുള്ളത് അല്ലേ. ആയുസിൻ്റെ 1/3 മാത്രം. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമ അതേപോലെ ആണെങ്കിലും 950 ഇയേഴ്സ് ദഅവത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇൻറ്റു 3 ഏതാണ്ട് 3000-ഓളം വർഷക്കാലം നൂഹ് നബി അലൈഹി സ്വലാമ ജീവിച്ചിട്ടുണ്ടാകാം എന്ന് ചില മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രമാത്രം ആയുസ് ഉണ്ടായിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള, ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഉമ്മത്തിനോ വളരെ തുച്ഛമായ ആയുസ്സാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വലിയ ഫളലുകൾ, വലിയ ശ്രേഷ്ഠതകൾ നൽകി എന്നുള്ളതാണ്. എന്താ അത്? അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ്. ഈ ഉമ്മത്തിന് ചെറിയ ചെറിയ നന്മകൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഈ നീയത്ത് വെക്കുക എന്നുള്ളത് തന്നെ. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി വിചാരിച്ചാൽ തന്നെ അവൻ അള്ളാഹു എന്ത് ചെയ്യും? ആ നന്മ രേഖപ്പെടുത്തുമെന്നാണ്. അവന് അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നന്മയുടെ പ്രതിഫലം അള്ളാഹു അവന് നൽകുമെന്നുള്ളതാണ്. അതേപോലെയാണ് ഈ റമദാൻ, അള്ളാഹു നൽകിയിട്ടുള്ള ഈ റമദാൻ എന്നുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തൻ്റെ മോൻക്ക് കൊടുത്ത വസിയത്ത് ഏറ്റവും ബലവത്തായ ഒരു വസിയത്താണത്. നീ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടിയിട്ട് നീ വിചാരിക്കണം, നീ നീയത്ത് വെക്കണം. എങ്കിൽ ആ നന്മ നിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നിടത്തോളം കാലം എന്താവും? ഫഇന്നക ലാ തസാലു ബിഖൈറിൻ മാ നവൈതൽ ഖൈർ. നീ ആ നന്മകളിലായിരിക്കുമെന്നാണ്. നിനക്ക് എത്രത്തോളം ആ നീയത്തുണ്ടോ അത്രത്തോളം നിനക്കതിൻ്റെ നന്മകൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലിയൊരു അവസരം അല്ലാഹു നമുക്ക് നൽകാൻ പോവുകയാണ് അല്ലേ, റമദാൻ എന്നുള്ളൊരു അവസരം. അപ്പം അതിനുള്ള നന്മകൾ എന്തൊക്കെയെന്ന് അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നീയത്ത് നമ്മൾ വെക്കണം. എങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകും അല്ലേ. അള്ളാഹു നൽകും, തീർച്ചയായും നൽകും. അള്ളാഹു നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏതായാലും നീയത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീയത്ത് വെച്ചുകൊണ്ട് ആ രീതിയിൽ എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് ഇത്ര ഖുർആൻ പാരായണം ഞാൻ എന്ത് ചെയ്യും? ഞാൻ തീർക്കുമെന്നുള്ള നീയത്ത് നമ്മൾ ഇപ്പോൾ തന്നെ വെക്കണം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് എങ്ങനെയാണ്, എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ശഅബാനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം അത് തുടങ്ങി വെക്കുക. റമളാനിൻ്റെ അത്ര നമുക്ക് പറ്റുന്നില്ല എങ്കിലും കുറച്ച് ഒരു റിഹേഴ്സൽ പീരീഡ് ആയിട്ടാണല്ലോ മുൻഗാമികൾ ഈ ശഅബാനിനെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടങ്ങി വെക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പനുഷ്ഠിച്ചത് റമളാനിൽ. കൂടുതൽ ഖുർആൻ പാരായണമൊക്കെ മുൻഗാമികൾ തുടങ്ങി വെച്ചത്. അപ്പോൾ ആ നീയത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ റമളാനിൽ എന്തൊക്കെ ഇബാദത്തുകളുണ്ട് അത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരുക്കം. അതാണ് മൂന്നാമത്തെ ഒരുക്കം. പലപ്പോഴും നമ്മുടെ നാടുകളിൽ പല ആളുകളും നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ മെസ്സേജുകൾ ഞാൻ കേൾക്കുന്നുണ്ട്.
ഒക്കെ റെഡിയായി, എല്ലാം ഒരുങ്ങി കഴിഞ്ഞു എന്നൊക്കെ പറയാം. എന്താ, വീടൊക്കെ നല്ല നല്ല പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. ഒരു പൊടി പോലും കാണൂല, അത്രക്ക് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് വീടുകൾ. ഒരു പൊടി പോലും കാണുന്നു. എന്നാലോ മനസ്സ് ക്ലിയർ ആക്കിയിട്ടുണ്ടോ? ഇബാദത്തുകൾ ക്ലിയർ ആക്കിയിട്ടുണ്ടോ? ഹറാമുകൾ കുടികൂടിയിട്ടുണ്ട് എങ്കിൽ അതിനെ തുടച്ച് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസികളായ ആളുകൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വീടുകളൊന്നും വൃത്തിയാക്കണ്ട എന്നൊന്നല്ല പറയുന്നത്, അതൊക്കെ വേണം. എന്നാൽ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് നമ്മളുടെ ഹൃദയത്തെയാണ്. അപ്പോൾ റമളാൻ വരുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്താണ്? റമളാനിലെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ, ഇബാദത്തുകൾ. അതിലൊന്ന് ഏറ്റവും പ്രധാനമായത്, റമളാനിലെ ഏറ്റവും പ്രധാനമായത് അതേതാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പ് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലേ, തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പാണ്. എന്താ നോമ്പ്? നോമ്പിനെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അകറ്റുമെന്നാണ്. നോക്കൂ, ഒരു നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണിത്. ഒരു നോമ്പ് ഇത് റമളാന്റെ വിഷയമല്ല പറയുന്നത്. ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ മുഖത്തെ നരകത്തിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 70 വർഷത്തെ വിദൂരം അള്ളാഹു അകറ്റി നിർത്തുമെന്നാണ്. എങ്കിൽ റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചാലോ അതിന്റെ പ്രതിഫലം ഇരട്ടിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദൂസിയായ ഹദീസിൽ പറഞ്ഞില്ലേ, നോമ്പിന്റെ പ്രതിഫലം എത്രയാണെന്ന് നമുക്കറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദൂസിയായ ഹദീസിൽ പറയാണ്, ആദം സന്തതികളുടെ മനുഷ്യരുടെ അമലുകൾക്ക്, എല്ലാ അമലുകളും അത് അവനുള്ളതാണ്, ഇല്ല സൗം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് അതെനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകുന്നതാണ് എന്നാണ്. നോമ്പിനെ മാത്രം അള്ളാഹു പ്രത്യേകമാക്കി എന്നാണ്. എത്ര നന്മകളുണ്ട് ഇസ്ലാമിൽ. ആ നന്മകളെല്ലാം അത് മനുഷ്യർക്കുള്ളതാണ്. എന്നാൽ നോമ്പോ, മനുഷ്യൻ നോൽക്കുന്ന നോമ്പോ അത് എനിക്കുള്ളതാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതിഫലം ഞാനാണ് അവന് നൽകുന്നത് എന്നാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രതിഫലം? കാരണം നോമ്പ് എന്നുള്ളത് എന്താ? നോമ്പ് എന്നുള്ളത് അതിൽ ഇഖ്ലാസ് കൂടുതൽ വരും, അല്ലേ? നമ്മൾ കൂടുതൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്, അല്ലേ? നോമ്പ് അനുഷ്ഠിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത് അധികവും, അല്ലേ? ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അയാൾക്ക് നോമ്പുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. പള്ളിയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് നോമ്പില്ല എങ്കിൽ നമുക്കറിയോ? ഇല്ല. എന്നാൽ നിസ്കരിക്കുന്ന ആൾ നമുക്ക് നിസ്കരിക്കുന്നത് കാണാൻ പറ്റും. നോമ്പ് അനുഷ്ഠിക്കുന്ന ആള് അയാൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം, അല്ലെ? അയാൾ അള്ളാഹുവിന് വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളം കുടിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് അവൾ എന്താക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ഉളുവെടുക്കുമ്പോൾ വായിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുപ്പിളിക്കുന്ന സമയത്ത് ഒരു അല്പം ഇറക്കിയാൽ മതി, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇറക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്. അത് എനിക്കുള്ളതാണ്, നോമ്പ് അത് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാൻ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് മാത്രം അങ്ങനെ പ്രത്യേകമാക്കി എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നോമ്പാണ് റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നോമ്പ് തന്നെയാണ്. അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് നോറ്റാൽ അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ ചെറിയ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. ഇനി അവൻ തൗബയോടുകൂടി, തൗബയുടെ മനസ്സോടുകൂടിയാണ് നോമ്പനുഷ്ഠിക്കുന്നതോ എങ്കിലോ അവന് എല്ലാ പാപങ്ങളും, അവൻ്റെ വലിയ പാപങ്ങളും വൻദോഷങ്ങളും എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ റമളാനിലെ നോമ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫജ്ർ മുതൽ നമ്മൾ മഗ്രിബ് നിസ്കാരം വരേക്കും
ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി, ജിമായിൽ നിന്ന് മാറി നിന്ന്, ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്തുകളിലായി അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടക്കുന്നതാണ് നോമ്പ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ആ നോമ്പ് എന്നുള്ളത് വിശിഷ്ടമായിരിക്കണം, നല്ല രീതിയിൽ തഖ്വയുണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള നോമ്പായിരിക്കണം നമ്മളുടെ നോമ്പ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ റമളാനിൽ ഏറ്റവും പ്രബലമായ ഇബാദത്ത് എന്നുള്ളത് അത് നോമ്പാണ്. ഒരിക്കലും നമ്മൾ മനഃപൂർവ്വം ആ നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല. മനഃപൂർവ്വം ഒരാൾ ഒരാവശ്യമില്ലാതെ നോമ്പ് ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ അയാൾ ഏറ്റവും വലിയ മുജ്രിമാണ്, വലിയ പാപിയാണ് അയാൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അയാൾ വൻ പാപിയാണ്, വൻ പാപങ്ങൾ ചെയ്യുന്നയാളാണ്. ഒരുപക്ഷെ കള്ളുകുടിയേക്കാളും വലിയ പാപമാണത്, മോഷ്ടിക്കുന്നതിനേക്കാളും വലിയ പാപമാണത്. അപ്പോൾ അത് നമ്മൾ ഗൗരവത്തിലെടുക്കണം. പലപ്പോഴും കൂട്ടുകാരുടെ കൂടെയൊക്കെ കൂടിയിട്ട് നോമ്പിന് വെറുതെ ഒരു രസമായിട്ട്, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ഹോട്ടലിലേക്കൊക്കെ പോയിട്ട് ചില അതിൻ്റെതായ ചില കേന്ദ്രങ്ങളുണ്ടാവും, അവിടെ പോയിട്ട് ഇങ്ങനെ ഫുഡ് അടിക്കും. അതുവരേക്കും അടിക്കാത്ത ഫുഡൊക്കെ ഒരു 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 ദേഷ്യം എന്ന പോലെ ആ ഒരു രസത്തിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യും. പാടില്ല, വലിയ പാപമാണ്. അപ്പോൾ റമളാനിൽ ഏറ്റവും പ്രബലമായ ഇബാദത്ത് എന്നുള്ളത് അത് നോമ്പ് തന്നെയാണ്. അതേപോലെ രണ്ടാമത്തേത് രാത്രി നിസ്കാരം. റമളാനിലെ പ്രബലമായ ഇബാദത്ത് രാത്രി നിസ്കാരം എന്നുള്ളതാണ്. തറാവീഹകൾ, അല്ലേ? തറാവീഹ് പള്ളികളിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ തറാവീഹിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യാം, നിന്ന് നിസ്കരിക്കാം. അതേപോലെ പിന്നെ രാത്രികളിൽ ഖിയാമുൽ ലൈലൊക്കെ ഉണ്ടാവും, അതിലൊക്കെ നമ്മൾ വന്നുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് പ്രബലമായ ഇബാദത്താണ് റമളാനിൽ. അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പിനെ പോലെ തന്നെ പറഞ്ഞു, ആരെങ്കിലും റമളാനിൻ്റെ രാത്രികളിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് മിസ് ചെയ്യാൻ പാടില്ല. ഇനി ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം വന്നു, നിസ്കരിക്കാൻ പറ്റുന്നില്ല, തറാവീഹ് എത്താൻ പറ്റുന്നില്ല, വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഡോക്ടർമാരാണ്, ആ സമയത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വേറൊരു ചാൻസ് ഉണ്ട്, ഒരവസരം നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ആരെങ്കിലും ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം എന്നാണ്. റമളാനിൽ മാത്രമുള്ളതല്ല, അല്ലാത്ത ദിവസങ്ങളിലുള്ളതാണ്. റമളാനിലാണെങ്കിൽ ഏറ്റവും പ്രബലമാണ്. ഒരാൾ ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലമാണ് എന്താ, രാത്രിയുടെ പകുതി വരേക്കും നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. എന്നിട്ട് ഹദീസിന്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ല ലൈല കുല്ലഹ്. ആരെങ്കിലും സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പോൾ നോക്കൂ, ഇശാ നിസ്കാരമാണ് ഏറ്റവും പ്രധാനം, ഇശാവും സുബ്ഹിയും. പലപ്പോഴും തറാവീഹിന്റെ ആവേശത്തിൽ എന്താകും, അല്ലെ, ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇശാ നഷ്ടപ്പെടുത്തും. ഉണ്ടാകാൻ പാടില്ല. ഇശാഇന് നമ്മൾ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇശാഇനുള്ള പ്രതിഫലം ഒരുപക്ഷെ തറാവീന് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇസ്ലാമിൽ എങ്ങനെയാണ്, ഫർളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നത്. അപ്പോൾ ഫർളായ ഇശാ അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൽ നിന്ന് നമ്മൾ തെറ്റാൻ പാടില്ല. റമളാനിലാവുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതൊരു അവസരമാണ്, രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. അപ്പോൾ ആ നിയ്യത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇശാവും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു പക്ഷേ അതേ രാത്രി നിസ്കാരം നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാലും ഈ രണ്ട് ജമാഅത്ത് നമ്മൾ
നിർവഹിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഓഫറാണ്, പ്രതിഫലമാണ്. അപ്പോൾ ഈ രാത്രിയുടെ നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നുള്ളത്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ നമ്മൾ പ്രതീക്ഷിക്കുക. റമളാനിൻ്റെ അവസാനത്തെ 10 ഏതോ ഒരു രാത്രി അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു പുരുഷായുസ്സിൽ ഒരിക്കലും ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര നന്മ അള്ളാഹു അതിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 1000 മാസത്തെക്കാൾ പുണ്യമുള്ള രാത്രി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഏതാണ്ട് 73 വർഷക്കാലം ഇബാദത്ത് മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ആ പ്രതിഫലമാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന് നമ്മൾ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ അവസാനത്തെ 10 നമ്മൾ നിർബന്ധമായും ഇശാവും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതോടൊപ്പം ആ രാത്രിയിലെ തറാവീഹ്, അതല്ലെങ്കിൽ രാത്രി വൈകി നിസ്കരിക്കുന്ന ഖിയാമുൽ ലൈലുകൾ, അതൊക്കെ നമ്മൾ ഗൗരവമായി തന്നെ എടുക്കണം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്നത് റമളാനിൻ്റെ രാത്രി നിസ്കാരങ്ങൾ അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണണം എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു ഇബാദത്ത്, റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇബാദത്ത് എന്നുള്ളത് അത് ഖുർആൻ പാരായണമാണ്. ഖുർആനിൻ്റെ മാസമാണ് റമളാൻ മാസം. നമ്മൾക്ക് വരാൻ പോകുന്ന റമളാൻ മാസം എന്നുള്ളത് ഖുർആനിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസം എന്നുള്ളത് അത് ഖുർആനിൻ്റെ മാസം, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമളാനിലും ജിബ്രീൽ ഇങ്ങനെ വന്ന് ജിബ്രീലിനിങ്ങനെ ഖുർആൻ പൂർണ്ണമായും ഓതി കേൾപ്പിക്കുമെന്നാണ്. അവസാനത്തെ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 തവണ എന്ത് ചെയ്തു? ഖുർആൻ പൂർണ്ണമായും ജിബ്രീലിന് ഓതി കേൾപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചില മുഹദ്ദിസീങ്ങളൊക്കെ വിശദീകരിച്ചു, ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിരിക്കണമെന്നാണ് റമളാനിൽ. ഈ ഹദീസിനെ അവസാനത്തെ റമളാനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ഖുർആൻ ഓതി കേൾപ്പിച്ചു എന്ന് പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും ഓതൽ എന്താണ്? മുസ്തഹബ്ബാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. മുൻഗാമികളുടെ ജീവിതത്തിൽ ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ ചെയ്ത കഥ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസത്തിൽ ഓരോ ഖത്മ് തീർത്ത പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുള്ളയൊക്കെ ആ രീതിയിൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതേപോലെ സൗദി അറേബ്യയിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു കണ്ണ് കാണാത്ത ഒരു കുട്ടി, ഹാഫിളായ കുട്ടി, ആ കുട്ടി 30 തവണയോ 60 തവണയോ ഒരു ദിവസത്തിൽ തന്നെ 2 ഖത്മ് തീർക്കുന്ന ഒരു അത്ഭുതകരമായ വാർത്ത നമ്മൾ കേട്ടിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഖത്മ്, അതിനുശേഷം രാത്രി ഒരു ഖത്മ്, ആ രീതിയിലൊക്കെ ഓതുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കൈകളിൽ എന്താ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഖുർആൻ പാരായണം എന്നുള്ളത് എന്താണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ യർജൂന തിജാറതൻ ലൻ തബൂർ, അവരാഗ്രഹിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് അല്ലേ? ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനെ കുറേ കോയിൻസും അല്ലേ, ബിറ്റ് കോയിൻസും, അങ്ങനെ പല ജാതി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ ഒരുപാടുണ്ട്. എന്നാൽ ഖുർആൻ പാരായണത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് തിജാറത്തുൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടം എന്നുള്ളതാണ്. വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്.
എന്താ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖുർആൻ പാരായണം, ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 പ്രതിഫലം എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയാൽ എത്ര ഹർഫാണ് അതിലുള്ളത്. അപ്പോൾ ഓരോ ഹർഫിനും 10 വീതം പ്രതിഫലം അള്ളാഹു നൽകുകയാണ് ഖുർആൻ പാരായണത്തിലൂടെ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇനി ഒരാൾക്ക് തീരെ ഖുർആൻ ഓതാൻ അറിയില്ല, ഖുർആൻ ഓതാനേ അറിയില്ല, നോക്കി ഓതാൻ അറിയില്ല, എങ്കിലും എന്ത് ചെയ്യുക, അറിയുന്ന സൂറത്ത്, ചിലപ്പോൾ ഫാത്തിഹ അറിയുന്നുണ്ടാവും, ഖുൽ ഹുവല്ലാഹു അഹദ്, അതേപോലെ അവസാനത്തെ 3 സൂറത്തൊക്കെ അറിയുന്ന, അതിങ്ങനെ ആവർത്തിച്ച് എത്ര തവണ ഓതാൻ പറ്റും അങ്ങനെ ഓതണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി അതും കഴിയാത്ത ഒരാൾ, പുതിയതായിട്ട് ദീനിലേക്ക് വന്ന ഒരാളാണെങ്കിൽ ഖുർആൻ നന്നായിട്ട് കേൾക്കുക, അത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഖുർആനിൻ്റെ മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ. എത്ര തവണ നമുക്ക് ഇപ്പോൾ ഓരോ 5 വക്ത് നിസ്കാരമുണ്ട് അല്ലേ, ഓരോ വക്തിനും സുബഹിക്ക് അതേപോലെ ദുഹറിന്, അങ്ങനെ ഓരോ വക്തിനും മുമ്പും ശേഷവും 2 പേജ് ഓതിയാൽ തന്നെ എന്തായി, നമുക്ക് ഒരു ഖത്മ് തീർക്കാൻ പറ്റും. ഇനി അത് കൂട്ടിയാൽ 4 പേജ്, സുബഹി നിസ്കാരത്തിന് മുമ്പ് 4 പേജ്, ശേഷം 4 പേജ്, അങ്ങനെ ഓരോ വക്തിനും 4 പേജ് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഖത്മ് വളരെ എളുപ്പത്തിൽ ഓതി തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ എത്ര ഓതാൻ പറ്റും, ഒരുപാട് നമുക്ക് ഓതാൻ പറ്റും. അതേപോലെ കേൾക്കുക, ഖുർആനിൻ്റെ പഠനങ്ങൾ നടത്താം. ഇനി നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ഹർഫിന് 10 കൂലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ കൂലി എങ്ങനെയാണെന്ന് നമുക്കറിയാം, അള്ളാഹു നൽകുന്ന കൂലിയാണ്. അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്താൽ അള്ളാഹു നൽകുന്ന കൂലിയാണ്. നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കുന്നില്ല 10 രൂപ എന്നല്ല. ഇനി നമ്മളോട് ഒരാൾ പറയാണ്, നീ ഖുർആനിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ നിനക്ക് ഞാൻ 10 രൂപ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഓതിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് വെക്കും അല്ലേ. 10 രൂപ വേണ്ട, നിനക്ക് ഓരോ ഹർഫിനും 1 രൂപ വെച്ചിട്ട് ഞാൻ തരാം, നീ ഖുർആൻ ഓതിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഖത്മ് തീർത്തിട്ടുണ്ടാവും റമദാനിൽ. ഓരോ അല്ലേ, ഓരോ ഹർഫ് വെച്ചിട്ട് 6000 ചില്ലാനം ആയത്തുകളുണ്ട്, അതിൽ എത്രയോ ഹർഫുകളുണ്ട്. അപ്പോൾ എത്ര നമ്മൾ 1 രൂപ വെച്ച് തന്നാൽ തന്നെ എത്ര ഖത്മുകൾ നമ്മൾ പാരായണം ചെയ്ത് തീർത്തേനെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഫലം എങ്ങനെയൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ വെക്കണമെന്നുള്ളതാണ്. നല്ലൊരു തീരുമാനം, ഒരു ഡിസിഷൻ നമ്മൾ അത് ഖുർആനിൻ്റെ മാസമായ റമദാനിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റമദാനിലേക്ക് എൻ്റർ ആവുന്നതിന് മുമ്പ് തന്നെ എടുക്കണം എന്നുള്ളതാണ് ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഷഹ്റു റമദാൻ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആനിൻ്റെ മാസമാണ് റമദാൻ. അപ്പോൾ റമദാനിൽ ഖുർആനിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രീതിയിൽ ഖുർആനിൻ്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾക്ക് അറിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഇമാമുണ്ടാവും പള്ളിയിൽ, ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഏതെങ്കിലും സൂറത്ത് പഠിപ്പിച്ചു തരാൻ, അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരാൻ, വായിച്ചു തരാൻ ഒക്കെ പഠിക്കാം. ആ രീതിയിൽ പഠിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാം. അതേപോലെ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ടാവും, തഫ്സീറുകളുണ്ടാവും, അതൊക്കെ നമ്മൾ എടുത്ത് പഠിക്കാം. ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അൽ ബയാൻ എന്ന ഖുർആൻ കോൺടെസ്റ്റ് തന്നെയുണ്ട് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കീഴിൽ. അൽ ബയാൻ എന്നുള്ള ഖുർആൻ കോൺടെസ്റ്റ്, അതിൽ സൂറത്തുൽ മുൽക്കാണ് ഇപ്രാവശ്യം പഠിക്കാനുള്ളത്. അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് ഖുർആന് ആ സൂറത്തുൽ മുൽക്കിൻ്റെ വിശദീകരണം പഠിക്കാം. എന്നിട്ട് റമദാനിൻ്റെ ഏകദേശം പകുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, പരീക്ഷ എഴുതിയിട്ട് അതിന് നല്ല സമ്മാനമൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ക്യാമ്പസ് കുട്ടികൾക്ക് മാത്രം, ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം, അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതെന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതല്ലാത്ത എല്ലാ ആളുകൾക്കും ഖുർആൻ വിജ്ഞാന പരീക്ഷ എന്നുള്ളതുണ്ട്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കീഴിൽ ഖുർആൻ വിജ്ഞാന പരീക്ഷ QVP, അതിലും പല സൂറത്തുകൾ പുസ്തകം തന്നെ കിട്ടും. 100 രൂപ കൊടുത്താൽ പുസ്തകം തന്നെ കിട്ടും, സിലബസ്. അതൊക്കെ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ 4-മത്തെ ഒരു കാര്യം റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പള്ളിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. റമദാനിൽ പള്ളിയുമായി കൂടുതൽ അങ്ങാടികളിൽ ഇങ്ങനെ വിലസാതെ കൂടുതൽ പള്ളിയുമായി ബന്ധപ്പെടാൻ നമ്മൾ നോക്കുക. അതിൽ പ്രധാനമായും അവസാനത്തെ 10 എന്ത് ചെയ്യുക, ഇഴ്തികാഫ് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ ഇഴ്തികാഫ് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി പൂർണ്ണമായും പറ്റുന്നില്ല എങ്കിൽ രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുക, ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പള്ളിയുമായി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമല്ലോ, ആ നിസ്കരിക്കുന്നത് കുറച്ച് നേരത്തെ വന്ന് പോകുമ്പോൾ കുറച്ച് വൈകിപ്പിച്ചിട്ട് ഖുർആൻ ഓതിയിട്ടും ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് ദുആ ഇരുന്നിട്ടൊക്കെ ദിക്റുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരൽപ്പം പള്ളിയിൽ സമയം കുറച്ചും അധികം ചിലവഴിക്കുന്ന ഒരവസ്ഥ റമദാനിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തൊക്കെ എന്ത് ചെയ്തിരുന്നു, അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ, റമദാനിൻ്റെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പള്ളിയിലേക്ക് ഇങ്ങനെ അയച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരടക്കം ഈ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു വിഷയം ദാനധർമ്മം, സദക്ക കൊടുക്കുക എന്നുള്ളതാണ്. റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സദക്ക കൊടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുങ്കാറ്റിനേക്കാളും സ്പീഡിൽ ദാനധർമ്മം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയോ? ആരാ? ജൂതൻ്റെ കയ്യിൽ പണയം വെച്ചിട്ട് വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ എന്താ, കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെ ധാന്യമണി ജൂതൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, പണയം വെച്ചിട്ട്. അത്രക്കും ദരിദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുങ്കാറ്റിനേക്കാളും സ്പീഡിൽ ദാനധർമ്മം ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, സ്വതക്ക കൊടുക്കുന്നത് അതേപോലെ ദാനധർമ്മമൊക്കെ ചെയ്യുന്നത് അത് വലിയ പൈസക്കാർ ചെയ്യേണ്ട പരിപാടി എന്നാണ്. അല്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എങ്ങനെയായിരുന്നു അറിയോ? ഓലമടൽ കൊണ്ട് ഉണ്ടാക്കിയ വീട്. ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഇങ്ങനെ കൈ പൊക്കിയാൽ ആ പെണ്ണിൻ്റെ കൈ മുട്ടുമാറുള്ള ഓലമടൽ റൂഫായിരുന്നു. അത്ര ചെറിയ വീടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അവിടുത്തെ ഭാര്യമാർ പറഞ്ഞില്ലേ, നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാൽ വഫി അബിയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നസ്തൗഖിദു നാറാ. ഞങ്ങളിങ്ങനെ മാസപ്പിറവി ഇങ്ങനെ കാണും, ഒരു മാസപ്പിറവി കാണും, വീണ്ടും ഒരു മാസപ്പിറവി കാണും, വീണ്ടും ഇങ്ങനെ കാണും. അങ്ങനെ 1, 2, 3 മാസങ്ങളോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അടുപ്പിൽ നിന്ന് പുക പൊന്താത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. വെറും ഈത്തപ്പഴവും വെള്ളം കുടിച്ച് അങ്ങനെ ജീവിച്ച മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രക്കും ദാരിദ്ര്യം ഉണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സ്വഹാബികൾ പറയാണ്, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനേക്കാളും സ്പീഡിൽ ദാനധർമ്മം ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ദരിദ്രനായ ഒരു മനുഷ്യൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ലോകത്തിൻ്റെ പ്രവാചകൻ, കിരീടം വെക്കാത്ത ചക്രവർത്തി, ഏറ്റവും വലിയ ദാനധർമ്മിഷ്ഠനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് മനസ്സാണ്, ദാനം ചെയ്യാൻ നമ്മൾക്ക് മനസ്സാണ് വേണ്ടത്. നമ്മുടെ കൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരും, അത് കൊണ്ടുവരുന്നതിനേക്കാളും സ്പീഡിൽ ആർക്കെങ്കിലും ഇങ്ങനെ ദാനം ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഇനി അതല്ല, നമ്മൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഇവിടെ, അല്ലേ? നമ്മുടെ പള്ളിയിൽ ചിലപ്പോൾ ഉണ്ടാവും റമദാൻ കിറ്റുകൾ ഇങ്ങനെ വിതരണം ചെയ്യുക, പാവപ്പെട്ട ആളുകൾക്ക് റമദാൻ കിറ്റ് വിതരണം ചെയ്യുക. അതേപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഈദ് കിസ്വ, നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് ഈദ് കിസ്വ എന്നുള്ള പദ്ധതി. പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം ധരിക്കാൻ, അവരുടെ വീടുകളിലേക്ക് കൂപ്പൺ കൊടുക്കും. നമ്മൾ നിശ്ചയിച്ച കടയിലേക്ക് പോയിട്ട് ആ കൂപ്പൺ കൊടുത്ത് അവർക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങി കൊടുക്കും. അതാണ് ഈദ് കിസ്വ എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ നമ്മുടെ കൈകളിൽ പൈസ ഇല്ല എങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് ആരുടെ കയ്യിലാണ് ഉള്ളത്, ആരൊക്കെ നടത്തുന്നുണ്ട്, അവരൊക്കെ കൂടെ നമ്മൾ കൂടുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മൾ കൂടെ കൂടുക എന്നുള്ളതാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന, പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം എത്തിക്കുന്ന, അതേപോലെ നോമ്പുതുറ കിറ്റുകളൊക്കെ എത്തിക്കുന്ന അത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മൾ ഭാഗവാക്കാക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ കൈകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ നിയ്യത്ത് അല്ലാഹുവിനറിയാം, നമ്മൾ ദാനം ചെയ്യാൻ വേണ്ടി മുതിരണം എന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്പോൾ ദാനധർമ്മം അത് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം സക്കാത്ത് കൊടുക്കേണ്ട ആളുകളുണ്ടാവും. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ റമദാനായാൽ എന്തായാലും നിർബന്ധമായും കൊടുത്തിട്ട് അവരുടെ കണക്കൊക്കെ കൃത്യമായി കൂട്ടിയിട്ട് ആ സക്കാത്തും, നിർബന്ധമായ സക്കാത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ദാനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ കാന
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈഅ. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന് ലഭിക്കുന്ന അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവന് ലഭിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! ഇങ്ങനൊരു പ്രതിഫലം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റും? നോക്കൂ, നമ്മൾക്ക് 30 ദിവസമാണ് റമളാനിൽ നോമ്പുള്ളത്. എന്നാൽ നമുക്ക് എത്ര നോമ്പുകാരുടെ നോമ്പ് അല്ലേ, നമ്മൾ വിചാരിച്ചാൽ എത്ര ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പള്ളികളിൽ നോമ്പ് തുറയുടെ സാധ്യതകളുണ്ട്. ഒരു 2 കിലോ ഈത്തപ്പഴം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ വിചാരിച്ചാൽ ആ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് ആളുകൾ. അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കാം പള്ളിയിലേക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം, എന്നാൽ നിങ്ങളുടെ നോമ്പ് തുറക്കാണെന്ന് വെച്ച് ആ വീട്ടുകാരൊക്കെ നോമ്പ് തുറക്കുന്നതിൻ്റെ പ്രതിഫലം, ആ നോമ്പ് നോറ്റവരുടെ അവരുടെ അതേ നോമ്പിൻ്റെ മുഴുവൻ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബുദ്ധിപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗപ്പെടുത്തി തന്നെ എന്ത് ചെയ്യുക, ഇതിൽ ഇടപെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു, നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം ഉണ്ടല്ലോ, അത് കൊടുത്താലും ഈ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പോൾ സ്വഹാബികൾ ഇതിലൊക്കെ മത്സരിച്ചിരുന്നതാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകും, ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുത്തിരുന്നതാണ്, ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷണിച്ചിരുന്നതാണ്. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ പ്രതിഫലം അറിയാം. അവർ നോറ്റ നോമ്പിന് കൂടി പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. നമ്മളുടെ കൈകളിൽ ആവുന്ന വിധത്തിൽ അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ബോക്സ് ഈത്തപ്പഴം എടുത്ത് കൊടുക്കാൻ എത്ര, ഒരു 1000 രൂപയുടെ ഈത്തപ്പഴം എടുത്ത് കൊടുക്കാൻ നമുക്ക് എന്താ പ്രയാസമുണ്ട്? ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അതേപോലെ ഓരോ ദിവസത്തിനും എന്തുണ്ട്, ചില പള്ളികളിൽ ഒരു ദിവസത്തിൻ്റെ നോമ്പ് തുറക്ക് ഇഫ്താറിന് ഇത്ര രൂപയാണ് എന്നൊക്കെ ചില പള്ളികളിൽ നിശ്ചയിക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നേറുക. ചില അള്ളാഹുവിൻ്റെ സൗഭാഗ്യം ലഭിച്ച ആളുകൾ അല്ലെ, നമ്മുടെ നാടുകളിലൊക്കെ അറബികളൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട്. അവരെന്താ 30 ദിവസത്തെ നോമ്പ് തുറയുടെ ഫ്രൂട്ട്സും അതും അതേപോലെ അതിന് ശേഷമുള്ള ഭക്ഷണവും എല്ലാം സ്പോൺസർ ചെയ്യും. ചില നമ്മുടെ നാട്ടിലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയാത്മകമായി ചിന്തിച്ച് ആ രീതിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവസാനമായി പറയാനുള്ളത് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇശാ നിസ്കാരം ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ട്. അപ്പോൾ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തുആമഹു വ ശറാബഹു. ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ വെള്ളവും അതേപോലെ ഫുഡൊന്നും കഴിച്ചില്ല. നോമ്പനുഷ്ഠിച്ചാൽ അയാൾ ഫുഡും ഇതൊന്നും കഴിക്കൂലല്ലോ. അപ്പോൾ അയാളുടെ ആമാശയത്തിന്, അയാളുടെ സ്റ്റൊമക്കിന് എന്തായി, നോമ്പാണ്. പക്ഷെ അയാളുടെ നാവിന് നോമ്പില്ല, അയാളുടെ ചെവിക്ക് നോമ്പില്ല, അയാളുടെ കണ്ണുകൾക്ക് നോമ്പില്ല. അയാൾ നാവിലൂടെ കളവ് പറയുന്നുണ്ട്, നാവിലൂടെ ജഹ്ല് പറയുന്നുണ്ട്, അയാൾ നാവിലൂടെ നമീമത്തും ഗീബത്തും ഒക്കെ ആയിട്ട് നടക്കുകയാണ്, മോശമായ കാര്യങ്ങൾ പറയുകയാണ്. അയാൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെ ഹറാമായ സംഗീതവും ഹറാമായ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഹറാമായ നഗ്ന ചിത്രങ്ങളും അനാവശ്യമായ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ പോസ്റ്ററുകളിലേക്കും അതുപോലെയുള്ള റീൽസും ഷോർട്സുമായി അദ്ദേഹത്തിൻ്റെ റമളാൻ കഴിച്ചുകൂടുകയാണ്. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെയുള്ളവൻ്റെ നോമ്പ് അവൻ പട്ടിണി കിടന്നുകൊണ്ടും വെള്ളം ദാഹിച്ചിരുന്നത് കൊണ്ടും അള്ളാഹുവിന് യാതൊരു കാര്യമില്ല എന്നാണ്. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വയറിന് മാത്രം നോമ്പായതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ്. നമ്മുടെ കണ്ണിന് നോമ്പായിരിക്കണം, നമ്മളുടെ ചെവിക്ക് നോമ്പായിരിക്കണം, നമ്മളുടെ നാവിന് നോമ്പായിരിക്കണം. ജഹല് പ്രവർത്തിക്കാൻ പാടില്ല, അവിവേകം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നി സ്വായിമുൻ എന്ന് പറയണമെന്നാണ്. ഞാൻ നോമ്പുകാരനാണ്, ഞാനില്ല, നിന്റെ പിണക്കിനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മാറിക്കളയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട്
ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മളുടെ ഏറ്റവും മാന്യന്മാരായിട്ട് നമ്മൾ മാറണം. അത് നാട്ടിലും അങ്ങനെ ആയിരിക്കണം, വീട്ടിലും അങ്ങനെ ആയിരിക്കണം. റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ആ നോമ്പുള്ള പകലിലായിരിക്കണം, രാത്രി സമയങ്ങളിലുമായിരിക്കണം. ചില ആളുകൾ വിചാരിക്കുന്നത് നോമ്പ് നോൽക്കുന്ന ആ സമയത്ത് മാത്രമാണ് ഇതൊക്കെ ബാധകമാണ്, എന്നിട്ട് രാത്രി എല്ലാ ദിവസവും കാണും, കേൾക്കും. അങ്ങനെയൊന്നും പാടുള്ളതല്ല. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത് ഭൂഷണമല്ല. റമളാനിൻ്റെ 30 ദിവസവും അതിലെ ഓരോ സെക്കൻഡും അത് ഏറെ പ്രധാനമാണ്, ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. മാത്രമല്ല റമളാനിൻ്റെ അവസാനമാകും തോറും അതിന് കൂടുതൽ പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 10 കൂടുതൽ ശ്രേഷ്ഠത. അതുകൊണ്ട് ചിലപ്പോൾ പള്ളിയൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ നിറയുന്ന പള്ളി അവസാനമാകുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് ചില പള്ളികളിൽ. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആവേശം അവസാനത്തിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് വസ്വാസികൾ നമ്മുടെ നാട്ടുകളിലുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് 5 കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളുള്ളത്. അതിലൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് മുറിയും. അതേപോലെ അവൻ്റെ കഫാറത്ത് ഉണ്ടാകും. എന്തെങ്കിലും അടിമയെ മോചിപ്പിക്കുക, അതിവിടെ ഇല്ല. അതല്ലെങ്കിൽ പിന്നെയുള്ള കഫാറത്ത്, പ്രായശ്ചിത്തം എന്നുള്ളത് 60 ദിവസത്തെ നോമ്പ്, തുടർച്ചയായി 60 ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ 60 ദിവസത്തെ നോമ്പ് അയാൾക്ക് ഫൈനാവും. പിന്നെ റമളാനിൻ്റെ നോമ്പുകാരനായിരിക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അത് ഒന്നാമത്തെ നോമ്പ് മുറിയുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് പിന്നെ സ്ഖലനമുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് സ്ഖലനമുണ്ടാവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മനീ പുറപ്പെടുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് മനീ പുറപ്പെടുക, സ്പേം അത് പുറത്തു വരും. അതെങ്ങനെ? നമ്മൾ സ്വബോധത്തോടുകൂടി അങ്ങനെ പുറപ്പെടുവിച്ചാൽ നമ്മുടെ നോമ്പ് മുറിയുമെന്നുള്ളതാണ്. ഇനി ഉറക്കത്തിൽ ഒരാൾ അങ്ങനെ ഡ്രീം വെറ്റായിപ്പോയി, ഉറക്കത്തിൽ ഒരാൾക്ക് ആ രീതിയിൽ മനി പുറപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ നോമ്പ് മുറിയൂല. അദ്ദേഹം ശുദ്ധിയായാൽ മതി എന്നുള്ളതാണ്. ബോധപൂർവം അയാൾ അങ്ങനെ അയാളുടെ പ്രവൃത്തി കൊണ്ട്, സ്പർശനം കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആ രീതിയിൽ സ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞാൽ, മനി പുറപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ നോമ്പ് ബാത്തിലാവും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഭക്ഷണമോ പാനീയമോ കഴിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ? അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഭക്ഷണമോ പാനീയമോ കഴിച്ചാൽ അതെന്തായി? നമ്മുടെ നോമ്പ് മുറിയും. അതാർക്കും അതിലെന്തില്ല, സംശയമില്ല. ഇനി അറിയാതെ മറന്നുകൊണ്ട് നോമ്പ്, തുടക്കത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും, റമളാനിൻ്റെ തുടക്കത്തിലെ നോമ്പൊക്കെ അങ്ങനെ ആയിരിക്കും. നോമ്പ് അറിയുണ്ടാവില്ല, എപ്പോഴും കുടിക്കുന്ന വെള്ളം അതെന്താ എടുത്ത് കുടിക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആകെ ബേജാറാവേണ്ട, അത് എന്താക്കണ്ട, നോമ്പ് പോകില്ല എന്നുള്ളതാണ്. മറന്നുകൊണ്ട് കുടിച്ചാൽ ഇത് അള്ളാഹു നൽകുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാണ്ടിരിക്കാം. അതിന് നോമ്പ് മുറിഞ്ഞത് വിചാരിച്ചിട്ട് പിന്നെന്താക്കണ്ട, ഫുഡ് അടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ്. ഇനി ഈ വിഷയത്തിൽ തന്നെ ഒരുപാട് വിശ്വാസികളൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. എന്താ? തുപ്പൽ ഇങ്ങനെ വീങ്ങിയാൽ എന്താ പോകുന്നത്? സലൈവ അത് വീങ്ങിയാൽ. പണ്ട് കുറച്ച് മുമ്പൊക്കെ എന്താ, ഈ വളരെയധികം വിശ്വാസമായിരുന്നു. റമളാനായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും റമളാനാണ്. എന്താ? വീടിൻ്റെ 4 ഭാഗത്തും ഇങ്ങനെ തുപ്പലായിരിക്കും. പിന്നെ തുപ്പുന്ന മാസമായിട്ടാണ് റമളാൻ മാസത്തെ മുമ്പൊക്കെ കണ്ടിരുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ തുപ്പുക, അതൊന്നും ശരിയല്ല. തുപ്പൽ വിഴുങ്ങുക എന്നുള്ളത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തുപ്പൽ വിഴുങ്ങിയാൽ എന്തില്ല, നോമ്പ് മുറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ മറ്റൊരു വിഷയം, ചില ആളുകൾ പിന്നെ നമ്മൾക്ക് ശരീരത്തിൽ പല ദ്വാരങ്ങളുണ്ടല്ലോ, ആ ദ്വാരങ്ങളിൽ പല രീതിയിലുള്ള ദ്വാരങ്ങളിൽ വെള്ളം കയറിയാൽ, അല്ലേ, അടിയിലുള്ള ദ്വാരങ്ങളിലൊക്കെ വെള്ളം കയറുമോ എന്നൊക്കെ പേടി. ഇപ്പോൾ നല്ല ചൂട് വരാനിരിക്കുകയാണ്, അല്ലേ, നല്ല ചൂടിപ്പോൾ നാട്ടിലുണ്ട്. റമളാനാവുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാളും ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ആളുകൾ എന്താ വിചാരിക്കുന്നത്, റമളാന് അത് കൂടുതൽ പ്രയാസപ്പെടുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം എന്നൊന്നും ഒരാളും വിചാരിക്കണ്ട.
നമ്മൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ പ്രയാസത്തെ കുറക്കാനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് മുൻഗാമികളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്ന മാർഗം. എന്താ, ഇന്ന് നമുക്ക് എന്തുണ്ട്? എയർ കണ്ടീഷൻ ഉണ്ട്. ആ എയർ കണ്ടീഷനിൽ വന്നിരിക്കാം, ഒരു പ്രശ്നമില്ല. സ്വഹാബികൾ എന്ത് ചെയ്തിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? നല്ല ചൂടുള്ള സമയത്ത് വെള്ളം കോരി ഒഴിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ വളരെയധികം തൊണ്ടൊക്കെ വറ്റുന്ന സമയത്ത് വായിൽ വെള്ളം എടുത്തിട്ട് തുപ്പുമായിരുന്നു, വായൊക്കെ ഒന്ന് നനക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകം ഒരു പാത്രം പോലെ ഉണ്ടായിരുന്നു, നീളത്തിലുള്ള. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അദ്ദേഹം അതിലേക്ക് എടുക്കുമായിരുന്നു എന്നാണ്, ചൂടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. എന്താ, ഇന്ന് നമ്മുടെ ബാത്ത് ടബൊക്കെ ഉണ്ട് അല്ലേ, അതിൽ കിടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ്. ചില ആളുകൾ എന്താ പറയുക, അത് മലദ്വാരത്തിലൊക്കെ വെള്ളം കയറിയാൽ എന്താണെന്നൊക്കെയാണ് ചില ആളുകളുടെ ഡൗട്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മുങ്ങിക്കുളിക്കുന്നതിന് പ്രശ്നമില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതൊക്കെ വസ്വാസികളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് എന്താണ്? മനഃപൂർവ്വം ഛർദ്ദിക്കുക. നോമ്പ് മുറിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ മനഃപൂർവ്വം ഛർദ്ദിക്കുക. തൊണ്ടയിൽ കൈയിട്ടിട്ട് ആ രീതിയിൽ മനഃപൂർവ്വം ഒരാൾ ബോധപൂർവം ഛർദ്ദിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയുമെന്നുള്ളതാണ്. എന്നാൽ പെട്ടെന്ന് അറിയാതെ ഒരാൾ എന്ത് ചെയ്യാണ്? ഛർദ്ദിക്കുകയാണ്. ആസിഡിറ്റി കാരണം ഒരാൾക്ക് പെട്ടെന്ന് കുറച്ച് ഛർദ്ദി വന്നു, എന്താവില്ല, നോമ്പ് മുറിയില്ല. അതേപോലെ എന്തെങ്കിലും സ്മെല്ല് കാരണം ഒരാൾ പെട്ടെന്ന് അറിയാതെ ഛർദ്ദിച്ചു, എന്തെങ്കിലും കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് ഛർദ്ദിച്ചു അറിയാതെ, എങ്കിൽ അയാളുടെ നോമ്പിന് ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ അവസാനമായിട്ട് ബ്ലഡ് നമ്മളെന്താ ചെയ്യുക? ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യൂലേ, ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഹിജാമ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ രീതിയിൽ നമ്മൾ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ നോമ്പ് മുറിയുമെന്നുള്ള അതാണ് 5 കാര്യങ്ങൾ. നോമ്പ് മുറിയുന്ന 5 കാര്യങ്ങൾ അതാണ്. 1 ജിമാ ആണ്, ഭാര്യ ഭർത്ത് ലൈംഗിക ബന്ധമാണ്. 2 സ്ഖലനം, ബോധപൂർവം സ്ഖലനം പുറപ്പെടുക എന്നുള്ളതാണ്, മനി പുറപ്പെടുക എന്നുള്ളതാണ്. 3 ഭക്ഷണപാനീയങ്ങൾ നമ്മൾ കഴിച്ചാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ്. 4 ബോധപൂർവം ഒരാൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അയാളുടെ നോമ്പ് മുറിയും. 5 ഹിജാമക്കോ അതേപോലെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ നോമ്പും പോകുമെന്നുള്ളതാണ്. ഇനി ബ്ലഡ് ഒരൽപ്പം ടെസ്റ്റിന് വേണ്ടി കുറച്ചെടുത്തതെങ്കിലോ അയാളുടെ നോമ്പ് പോകില്ല. ഇനി അറിയാതെ പെട്ടെന്ന് എന്ത് ചെയ്തു? ആക്സിഡൻ്റായി ബോധം പോയാൽ പിന്നെ അയാൾക്ക് നോമ്പ് ചിലപ്പോൾ പോവും അല്ലേ, നോമ്പ് അയാൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി പെട്ടെന്ന് തട്ടിയിട്ടൊക്കെ മുറിഞ്ഞിട്ട് നല്ല ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ നമ്മൾ തടയാൻ നോക്കാം, എങ്കിൽ നമ്മുടെ നോമ്പ് പോവില്ല. നമ്മളായിട്ട് തന്നെ ബ്ലഡ് എടുക്കാൻ നിന്നാൽ, ഡൊണേറ്റ് ചെയ്യാനോ ഹിജാമ ഒക്കെ ചെയ്തിട്ട് ബ്ലഡ് എടുക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുമെന്നുള്ളതാണ്. ഇനി അതേപോലെ പിന്നെ ഉണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഇഞ്ചക്ഷൻ കയറ്റും. നമ്മൾ ശരീരത്തിന് സോളിഡും ലിക്വിഡും ഒക്കെ പോയാലാണല്ലോ നമ്മൾ നോമ്പ് പോകാമെന്ന് പറയുന്നത്. എന്നാൽ ഇഞ്ചക്ഷനൊക്കെ കയറ്റും, ഗ്ലൂക്കോസ് കയറ്റിയാൽ. അപ്പോൾ ഇഞ്ചക്ഷൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്ലൂക്കോസ് ഒക്കെ അത് നമ്മുടെ ആമാശയത്തിനും നമ്മളുടെ ശരീരത്തിനും ഒരു പോഷകം കിട്ടാനുള്ള ഒരു സംഗതിയാണ്. ഗ്ലൂക്കോസ് കയറ്റിയാൽ എന്താവും? നമ്മളുടെ നോമ്പ് പോവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, ചെറിയ മരുന്നാണ് നമ്മൾ കയറ്റുന്നത്, ഗ്ലൂക്കോസ് അല്ല, അതല്ലാതെ ഇൻസുലിൻ പോലെയുള്ള പെൻസുലിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കയറ്റിയാൽ നോമ്പ് മുറിയൂല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ വേറെ കണ്ണിലേക്കൊക്കെ ഒഴിച്ചാൽ അതൊക്കെ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. ഇനി അത് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തൊണ്ടയിലൂടെ ഇങ്ങനെ പോകുന്നത്, മൂക്കിലേക്ക് ഒഴിച്ചാൽ അത് നേരെ ആമാശയത്തിലേക്ക് എത്തും, അപ്പോൾ അത് ഒഴിവാക്കുക. ചെവിയിൽ വെച്ചാൽ അതങ്ങനെ ഫീൽ ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണ്ട, അത് ഒഴിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എങ്കിൽ ഒഴിക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വസ്വാസികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അതോടൊപ്പം എല്ലാവിധ തഖ്വയോടുകൂടി, തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാം. ഏറ്റവും വലിയ പാപമായ ശിർക്ക് മുതൽ അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രം കൊടുത്തുകൊണ്ട്, തൗഹീദൊക്കെ കൃത്യമാക്കിയിട്ട്, ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ, ദുആ അതൊക്കെ അള്ളാഹുവിന് മാത്രം കൊടുത്തുകൊണ്ട്, അള്ളാഹു അല്ലാത്ത മറ്റ് ശക്തികൾക്കൊന്നും
ആ പ്രാർത്ഥനകളോ ഇബാദത്തുകളോ ഒന്നും കൊടുക്കാതെ അള്ളാഹുവിനെ മാത്രം ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് എല്ലാവിധ ശിർക്കിൽ നിന്നും നമ്മൾ മാറി നിന്നുകൊണ്ട് പുതിയ പുതിയ ഇബാദത്തുകളായ ബിദ്അത്തുകൾ, കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ളലാലത്തുകളായ അത്തരത്തിലുള്ള പുതിയ പുത്തൻ ആചാരങ്ങളൊക്കെ വെടിഞ്ഞ് കറകളഞ്ഞ തൗഹീദിൻ്റെ ആളുകളായി നമ്മൾ എന്ത് ചെയ്യുക? നല്ല ഹൃദയത്തിൻ്റെ ആളുകളായി ഈ റമളാനിനെ തഖ്വയോടുകൂടി സ്വീകരിക്കുന്ന ആളുകളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ റമളാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുവാനും അത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ പുറത്ത് സ്നാക്സ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകൾക്കും തുറവിയും ഉദവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം റമളാനിൽ ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് ദാവ കാര്യങ്ങൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇല്ല ദാവ കാര്യങ്ങൾ, ഒരുപാട് പഠന സംരംഭങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അറിയിച്ചിട്ടുണ്ട് ഇവിടെ. അതേപോലെ നോമ്പുതുറയുടെ വിഷയമാണെങ്കിലും കിറ്റ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മുന്നിട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകൾക്കും തുറവിയും ഉദവിയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് വലയം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ اللهم بلغنا رمضان اللهم بارك لنا في رمضان اللهم وفقنا لما تحب وترضى اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.